ഒരു നോട്ടീസും പൊക്കി പിടിച്ചു എൻ്റെ കമന്റ് ബോക്സിൽ കയറി കളിക്കുന്നുണ്ട്. ഓ ഞാൻ ആരോ പീഡിപ്പിച്ചത്രേ. ആഹാ, ഞാൻ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കണം. ഞാൻ ആരുടെയോ നഗ്ന വീഡിയോ ഒക്കെ പ്രദർശിപ്പിച്ചത്രേ. അങ്ങനെയാണെങ്കിൽ ഞാനൊരു അബ്യൂസർ അല്ലേ? നടൻ ഷിജുവിന്റെ പേര് ഞാൻ പറയും. ഷിജുവിനെ കുറിച്ചിട്ടുള്ള എന്താണ്, ബിഗ് ബോസിൽ വന്ന ഷിജുവിനെ കുറിച്ച് ഈ കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്തോ ഷിജു നടന്നു പോകുന്നു, കുട്ടിയെ നോക്കുന്നു, നടന്നുപോയി. ഇതിലെതിരെ ഈ കുട്ടി സൈൻ ചെയ്ത ഡോക്യുമെന്റ്സ് ആണ് എൻ്റെ അടുത്തുള്ളത്. മാക്സ്വെലിന്റെ ഷോർട്ട് ഫിലിമിന് ശേഷം ഈ കുട്ടി എഴുതി കൊടുത്തിരിക്കുന്ന എഗ്രിമെന്റ് ആണ്, ആ കുട്ടിയുടെ കൈകൊണ്ട് എഴുതിയിരിക്കുന്ന എഗ്രിമെന്റ് ആണ്. തീയില്ലാതെ പുകയുണ്ടാവില്ല എന്ന് പറയുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ താങ്കൾ സംസാരിക്കുന്നത്. ഒന്നും സംഭവിച്ചിട്ടില്ല, പക്ഷെ വെറുതെ അവർ അലിഗേഷൻസ് ഉണ്ടാക്കുകയാണ്. ലാലേട്ടനെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ, മമതനെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ, വേടനെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ, എത്ര പൊളിറ്റീഷ്യനെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ? ഹേമ കമ്മിറ്റി 100% സ്ത്രീകൾക്കെതിരായിട്ടുള്ള ചൂഷണം നിർത്തപ്പെടേണ്ടതാണ്. പക്ഷേ ഇവിടെ ഒരു പറയുന്നത് ഫാൾസ് അലിഗേഷൻസ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഇത് ടൂളാക്കുന്നുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. തീർച്ചയായിട്ടും അത് താങ്കൾ പറയുന്ന ന്യായം തന്നെ. പീഡനം എന്ന് പറയുന്ന ഒരു വേർഡ് യൂസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ആഫ്റ്റർ എഫക്റ്റ്, ഇപ്പം ഞാൻ നിവിനെ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യും. കാരണം നിവിൻ്റെ ഒരു ഈ ഇഷ്യൂ വന്നതിന് ശേഷം നിവിൻ വന്ന് പ്രതികരിച്ച രീതി നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഞാൻ പേടിച്ചു പോയി. ഒരു ചാനൽ ഈ കുട്ടി പ്രതികരിക്കുന്ന സമയത്ത് ആ ചാനലിലെ അവതാരിക, മാധ്യമ പ്രവർത്തക ഈ കുട്ടിയുടെ കൂടെ കരഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കണ്ടിരുന്നോ? ഉണ്ടോ? എന്ത് കാര്യത്തിന്? എന്റെ അലിഗേഷനിലെ രാഹുൽ ഈശ്വർ ഉൾപ്പെടെയുള്ള മാതൃഭൂമിയുടെ ന്യൂസിൽ വരുന്ന സമയത്ത് അതിന്റെ അവതാരിക ആ കുട്ടിക്ക് സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കുട്ടി പറഞ്ഞിരിക്കുന്നതാണ്, ഇത് 3 വർഷം മുമ്പ് എന്നെ അടിച്ചമർത്തി. അതൊരു കള്ളമാണ് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. എങ്ങനെ പറയാൻ പറ്റും സുഹൃത്തെ? ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇതൊരു കേസാണെങ്കിൽ ഇത് തെളിയണം. നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഇവന്റ് അത് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനപ്പുറം കൂടുതൽ മനോഹരമാക്കണ്ടേ? കല്യാണം, എൻഗേജ്മെന്റ്, ബർത്ത്ഡേ പാർട്ടി, കോർപ്പറേറ്റ് ഇവന്റ്സ്, അങ്ങനെ ഇവന്റ്സ് ഏതുമായിക്കോട്ടെ, വളരെ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി നിങ്ങൾ ആഗ്രഹിക്കുന്നതിനപ്പുറം അത് ഏറ്റവും സ്പെഷ്യൽ ആക്കാൻ ഇനി നിങ്ങൾക്കൊപ്പം മൈൽസ്റ്റോൺ ഇവന്റ്സ്. ചുടുചൂടൻ ചോദ്യങ്ങൾക്ക് കൂർക്കിക്കൊള്ളുന്ന ഉത്തരങ്ങളുമായി അവർ വരികയാണ് ഹോട്ട് സീറ്റിലേക്ക്. മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ഹോട്ട് സീറ്റ് പവർഡ് ബൈ ഹാർവി ഓയിൽ. ഇന്ന് ഹോട്ട് സീറ്റിൽ നമ്മളോടൊപ്പം കേരള ഫാഷൻ ലീഗിന്റെ ഫൗണ്ടറായ ശ്രീ അഭിൽ ദേവാണ്. വെൽക്കം ടു ദ ഷോ. നമസ്കാരം. കോളിളക്കത്തിന്റെ ഇടയിലേക്കാണല്ലോ അഭിൽ ദേവിന്റെ വരവ്. 3 വർഷങ്ങൾക്ക് മുൻപ് കോളിളക്കം സൃഷ്ടിച്ചിട്ടാണ് പോയത്. പിന്നീട് വീണ്ടും അതേ സ്റ്റേജിലേക്ക് തന്നെ, അതേ ഒരു ഇതിലേക്ക് തന്നെ വന്നിരിക്കുകയാണ്. അവർ അഴിച്ചുവിട്ട കോളിളക്കം, അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, അങ്ങനെ അഭിൽദേവ് ഈ ഫീൽഡിലേക്ക് തിരിച്ചു വരുമ്പോൾ, അതായത് ഈ ഒരു സംഭവത്തിലേക്ക് 3 വർഷങ്ങൾക്ക് വരുമ്പോൾ അഭിൽദേവ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള കോളിളക്കങ്ങളാണ് മലയാള സിനിമയിൽ നടക്കുന്നത്. തീർച്ചയായിട്ടും ഫാഷന്റെ ഒരു ഫീൽഡിലായതുകൊണ്ട് തന്നെ താങ്കളുമായിട്ട് കണക്റ്റഡ് തന്നെയാണ് ഈ നമ്മുടെ സിനിമാ രംഗം എന്ന് പറയുന്നത്. കാരണം പല പുറത്താണെങ്കിലും, കേരളത്തിൽ നിന്ന് കുറവായാൽ പോലും പുറത്ത് ബോളിവുഡിലൊക്കെ ആയാലും മോഡലിങ്ങിലൂടെയാണ് മിക്കവരും മെയിൻ സ്ട്രീം ആക്ട്രസസ് ഒക്കെ ആയിട്ട് മാറിയിരിക്കുന്നത് അല്ലേ? അപ്പൊ തീർച്ചയായിട്ടും താങ്കൾക്കും ആ ഫീൽഡുമായിട്ട് കണക്ഷൻ ഉണ്ട് എന്ന് തന്നെ വിശ്വസിക്കാം. അപ്പോൾ ഒരു 3 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന അലിഗേഷൻ, അതായത് ഇത് ഒരു പ്രമുഖ നടൻ, നമ്മുടെ അമ്മയുടെ പ്രമുഖ സ്ഥാനത്തിരുന്ന പ്രമുഖ നടനെതിരെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് ഈ പറയുന്നപ്പെടുന്ന പെൺകുട്ടി ഒരു ആരോപണം ഉന്നയിക്കുന്നു. അത് അദ്ദേഹത്തിന്റെ സ്ഥാനം തെറിപ്പിക്കാൻ വരെ കാരണമാകുന്നു. അതിനുശേഷം പിന്നീട് ഒരുപാട് ഇരകൾ ഇവരുടെ മറവ് പിടിച്ച് ഒരുപാട് ഇരകൾ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമായിട്ട് വരുന്നു. അപ്പൊ ഇതിനൊക്കെ ഒരു കാരണക്കാരിയും കൂടിയാണ് ഇവർ. പക്ഷെ ഇവർക്കെതിരെ സോഷ്യൽ മീഡിയക്കാരും മറ്റ് TV ചാനലുകാരും തിരിച്ചുന്നയിച്ചൊരു കാര്യങ്ങൾ എൻ്റെ കാരണക്കാരൻ താങ്കളാണ്. എന്താണ് അതിനെക്കുറിച്ച് താങ്കൾക്ക് പറയാനുള്ളത്? ഇതിൽ ആദ്യമായിട്ട് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ഹേമ കമ്മിറ്റി, അതെ, ഞാൻ അതിനെക്കുറിച്ച് പറയാൻ ആയിട്ടുണ്ടോയെന്ന് അറിയില്ല. കാരണം സ്ത്രീകൾക്കെതിരായ ചൂഷണം അത് എന്നും നിൽക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. എനിക്ക് കൂടുതലായിട്ടും പറയുന്നത്, എനിക്ക് എൻ്റെ കാര്യം പറയാം, അതായിരിക്കും എനിക്ക് പറയാൻ പറ്റുന്നത്. കാരണം എനിക്ക് 100% ക്ലാരിറ്റി ഉള്ള കാര്യം, ഞാൻ കണ്ടറിഞ്ഞതും ഞാൻ കേട്ടറിഞ്ഞതും അല്ലെ, കണ്ണുകൊണ്ട് കാണുന്നതും കാതുകൊണ്ട് കേൾക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് തീർച്ചയായിട്ടും പറയാം. ഇതിലിപ്പം നിങ്ങൾ പറഞ്ഞ കുട്ടി ഇത് വീണ്ടും ഞാൻ എത്താനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് 3 വർഷം മുമ്പ് തന്നെ ഇത് തീർന്നതാണ്. 2021 ജൂൺ 15 ഒരു പോസ്റ്റ് വരുന്നു. 2020 ജൂൺ 16 വീണ്ടും ഒരു പോസ്റ്റ് വരുന്നു. അന്ന് തുടങ്ങിയതാണ് അത്. ആ മാസം തന്നെ ഞാൻ അതിനെതിരെ ശക്തമായിട്ട്
പ്രതികരിച്ചതാണ്. അന്ന് അവിടെ തീർന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ ഹേമ കമ്മിറ്റി ഇഷ്യൂവിന് പ്രകാരം ഇന്ന് നിങ്ങൾ പറഞ്ഞവർ കുറേ ഇഷ്യൂസുകൾ ഇവിടെ ഉണ്ടായി. പക്ഷേ അന്ന് ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും ഇത് ചർച്ചാ സബ്ജക്റ്റായി മാറി. അപ്പൊ അന്ന് നമുക്കത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ക്രിയേറ്റ് ചെയ്തതാണ്. ഒരു ട്രോമ സ്റ്റേജ് നമ്മൾ കഴിഞ്ഞു പോയതാണ്. സമാനമായിട്ടുള്ള സംഭവം ഇന്നിപ്പോ എൻ്റെ പേര് അബിൽദേവിന്റെ പേരിൽ ഒരു കേസോ അന്നും ഉണ്ടായിട്ടില്ല, ഇന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ വീണ്ടും നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം. അപ്പോൾ ജസ്റ്റ് യൂട്യൂബിൽ എന്നടിച്ചു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് അബിൽദേവിന്റെ ഫോട്ടോയും അതിൻ്റെ അടിയിൽ സഹപാഠിയുടെ നഗ്ന വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള കുറേ നിങ്ങളെ അതിന്റെ നരേഷനും ക്യാപ്ഷനും ഒക്കെ കാണുന്നുണ്ട്. അപ്പൊ എന്നെ അറിയുന്ന അന്ന് അധിക പേരും ഇത് അറിഞ്ഞിട്ടൊന്നുമില്ല. അധിക രീതിയിലേക്കും ആ മേഖലയുമായിട്ടുള്ള ബന്ധപ്പെട്ട ആളുകൾ ഇന്ന് കുറച്ചും കൂടി വിസിബിലിറ്റി കൂടുതലാണ്. അപ്പൊ ഇന്ന് എന്നെ അറിയുന്ന ആളുകളായിട്ടുള്ള എല്ലാ ആൾക്കാരും ഇത് അറിയുന്ന എന്താ അബിൽദേവ് സഹപാഠിയുടെ നഗ്ന ചിത്രം പുറത്തുവിട്ടു. ഇതെല്ലാം എൻ്റെ തലയിലേക്കാണ് വീണ്ടും ഇത് തിരിച്ചു വരുന്നത്. ആ സമയത്താണ് വീണ്ടും ഇതിനൊരു ക്ലാരിറ്റി കൊടുക്കണമെന്ന് ഇത് പറയുന്നത്. ഇപ്പൊ എനിക്കിതിനാരും സംസാരിച്ചിട്ടൊന്നുമില്ല, ഇപ്പൊ ഈ വ്ളോഗേഴ്സ് ആയാലും ആരും സംസാരിച്ചിട്ടൊന്നുമില്ല. പക്ഷെ അന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചർച്ചാ വിഷയമായി. ഇത് എങ്ങനെ ഇതിലേക്ക് എത്തി എന്നുള്ള സബ്ജക്റ്റാണ്. കാരണം അതിലെ ഒരു കാര്യം, ഈ പറഞ്ഞ പെൺകുട്ടി ആദ്യം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് 14 പേരിൽ 5-ാമനായിട്ടാണ് താങ്കളെ കൊടുത്തത്. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടില്ല. ഈ കുട്ടി അന്ന് ഒരുപാട് കോൺട്രവേഴ്സി കൈൻഡ് ഓഫ് കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിലെ ഒരു സബ്ജക്റ്റ് മാത്രമാണ് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. അതാണ് ഞാൻ പറഞ്ഞത്. ജൂൺ 15-ാം തീയതി ഈ കുട്ടി രാത്രി ഈവനിങ്ങിൽ ഒരു പോസ്റ്റ് ഇടുന്നു. എന്നെ സെക്ഷലി, മെന്റലി, വെർബലി, ഇമോഷണലി, ഈ 4 വേർഡ് ശ്രദ്ധിക്കണേ. സെക്ഷലി, മെന്റലി, വെർബലി, ഇമോഷണലി. ഈ പീഡനം എന്ന് പറയുമ്പോൾ ആളുകൾ അത് എത്തിച്ചെല്ലുന്നത് ഫിസിക്കൽ അല്ലെങ്കിൽ സെക്ഷൽ പീഡനം മാത്രമാണ്. ബാക്കി 3 ആളുകളുടെ ചെവിയിലേക്ക് പോകത്തില്ല. അങ്ങനെ പീഡിപ്പിച്ച 14 പേർ എന്നുള്ളതാണ്. അതിൽ ഞാൻ എൻ്റെ പീഡനം പറയാം. ഈ കുട്ടി പറഞ്ഞിരിക്കുന്ന കാര്യം എന്താന്ന് വെച്ചാല്, ഞാനൊരു സ്നേഹദാരിദ്ര്യമുള്ള ആളാണ്. എന്നിട്ട് ഞാൻ ഈ കുട്ടിയോട് ചോദിച്ചത്ര, ഈ കുട്ടിയുടെ ആരോപണമാണ്, എന്താണ് എന്നോട് സ്നേഹമില്ലാത്തത്. അങ്ങനെ താങ്കൾ ചോദിച്ചിരുന്നോ? ആ കുട്ടി ആരോപിക്കുന്നു. ഞാൻ ഈ കുട്ടീനെ എങ്ങനെ ഞങ്ങൾ പരിചയപ്പെട്ടു എന്നുള്ളത് പറയാം. ആദ്യം 2015 സീസൺ 2 ശേഷമാണ് ഈ കുട്ടി ഒരാള് എത്തിപ്പെടണല്ലോ, ഞങ്ങളിലേക്ക് എങ്ങനെ എത്തിപ്പെടുന്നു എന്നുള്ള. സീസൺ 2 വളരെ സക്സസ് ആയിട്ടുള്ള ഷോ ആയിരുന്നു. ഒത്തിരി ഇന്ത്യയിലെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഡിസൈനേഴ്സ് എല്ലാം ഷോക്കേസ് ചെയ്തു തന്നു. അത് വലിയൊരു ഫാഷൻ ഇൻഡസ്ട്രിയിൽ വലിയൊരു ഷോ ആയിരുന്നു അന്ന്. ഇവിടെ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഒരു ബിഗർ പ്ലാറ്റ്ഫോം ഷോ ആയിട്ട് അന്ന് ഇവിടെ കഴിഞ്ഞിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ചൈനയിൽ നിന്നും എനിക്കൊരു കോൾ വരികയാണ്. സാർ, എൻ്റെ പേര്, എനിക്ക് ഫാഷൻ ഇൻഡസ്ട്രിയിലേക്ക് വരാൻ താല്പര്യമുണ്ട്, എനിക്കൊരു അവസരം വേണം എന്നുള്ള രീതിയിലാണ് എൻ്റെ അടുത്ത് സംസാരിക്കുന്നത്. അപ്പോൾ നോർമലി ഒരു സാധാരണ ഒരാൾക്ക് പെട്ടെന്ന് ഫാഷനിലേക്ക് വരാൻ സാധിക്കില്ല, ഒരു ഹയർ പ്ലാറ്റ്ഫോമിലേക്ക് വരാൻ സാധിക്കില്ല. കാരണം ഇവിടെ മിനിമം റിക്വയർമെൻ്റ് ഒക്കെ ഉണ്ട്. ബേസ് ഹൈറ്റ് വേണം, അല്ലെങ്കിൽ ആ മോഡൽ ആ കാറ്റ് വാക്ക് നന്നായിട്ട് അറിഞ്ഞിരിക്കണം, അതിൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് മെയിൻറ്റെയിൻ ചെയ്യണം. അങ്ങനെയുള്ള ഒരാൾക്കേ വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ കുട്ടി ഒരു അവസരം ചോദിച്ചു, ഞാൻ ഈ കുട്ടിക്ക് ഒരു അവസരം ക്രിയേറ്റ് ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരു 5 മിനിറ്റിൽ കൂടുതൽ ദൈർഘ്യമുള്ള ഒരു കോളും ഈ കുട്ടിയായിട്ട് എനിക്കില്ല. 2015 എനിക്ക് തോന്നുന്നു ഒരു 3-4 തവണ എന്നെ വിളിച്ചിട്ടുണ്ട്. ആദ്യം വിളിക്കുന്നത് അവസരം ഞാൻ നോക്കാമെന്ന് പറയുകയും, അടുത്ത പ്രാവശ്യം എന്നാണ് ഡേറ്റ് സാർ അനൗൺസ് ആവാറായോ എന്ന് ചോദിച്ച 2-3 കോൾസുകൾ വന്നിട്ടുണ്ട്. അനൗൺസ് ചെയ്ത സമയത്ത് സാർ ഞാൻ എപ്പോഴാണ് വരേണ്ടതെന്ന് ചോദിച്ചുള്ള കോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് 2016 മാർച്ച് 3-ാം തീയതിയുള്ള ഷോയിലാണ് ഈ കുട്ടി പങ്കെടുക്കുന്നത്. നോർമലി എൻ്റെ ഷോയില് മോഡൽസുകളെല്ലാം ഇതെല്ലാം ഒരു സിസ്റ്റം ഉണ്ട് നമുക്ക്. ഒരു മോഡൽസുകൾ വരുമ്പോൾ ഞാനും ഒന്ന് തുടക്കക്കാരനാണ്. കാരണം ഇത് 10 വർഷം മുമ്പുള്ള കഥ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. എനിക്ക് അന്ന് ഇന്ത്യയിലെ പ്രമുഖ മോഡൽസ് ആയിട്ടൊന്നും എനിക്ക് ബന്ധങ്ങളോ കണക്ഷൻസോ ഒന്നുമില്ല. അപ്പം നമ്മൾ ഈ ഒരു മോഡൽസിനെ വിളിക്കുമ്പോൾ പോലും ഒരു ഏജൻസി ഉണ്ടാവും, മോഡൽ ഏജൻസി ഉണ്ടാവും. അവരെടുത്തുനിന്ന് അവർക്ക് പേയ്മെന്റ് കൊടുത്ത്, അതല്ലെങ്കിൽ അന്ന് അറിയപ്പെടുന്ന ഷോ ഡയറക്ടേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, ഷോ കൊറിയോഗ്രാഫേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. അവരുടെ കെയർ ഓഫിലാണ് നമ്മൾ പെയ്ഡഡ് ആയിട്ട് മോഡൽസിന് പണം അടച്ച് ആ മോഡൽസുകൾ ഷോയുടെ 2 ദിവസം മുമ്പ് വന്നു, ഡ്രസ് ഫിറ്റിംഗ് നടത്തി, പ്രൊഫഷണലി റാം പ്രാക്ടീസ് നടത്തി, ഫൈനൽ ഔട്ട്പുട്ടായിട്ട് നമ്മൾ ഒരു ഫുൾ ഡേ പ്രോഗ്രാമാണ്. സാധാരണ ഒരു ഫാഷൻ വീക്കിലൊക്കെ 4-5 ഡിസൈനേഴ്സ് കളക്ഷൻ ചെയ്യുന്ന സ്ഥലത്ത് നമ്മളൊരു ഉത്സവം പോലെ ഒരു ദിവസം 20-22 പ്രൊഫഷണൽ ഡിസൈനേഴ്സിൻ്റെ കളക്ഷൻ കാണിക്കുന്ന ഒരു ഷോയാണ്.
അപ്പോൾ അതിൽ ഈ കുട്ടി അവസരം ചോദിച്ചു. ഇതേമാതിരി തന്നെ അന്ന് എനിക്ക് തോന്നുന്നു 1-ാം തീയതിയാണ് കുട്ടി കൊച്ചിയിലെത്തി ഇരിക്കുന്നത്. ആ സമയത്ത് വന്നു, 2 ദിവസത്തെ പ്രാക്ടീസ് സെക്ഷനിലും പങ്കെടുത്തു, 3-ാമത്തെ ദിവസം ഷോയും കഴിഞ്ഞു, 4-ാമത്തെ ദിവസം ആ കുട്ടി പോയിരിക്കുന്നു. ഞാനൊന്ന് ചോദിച്ചോട്ടെ, താങ്കൾ തന്നെ കുറച്ച് മുമ്പ് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, അതായത് തുടക്കക്കാർക്ക് ഇത് പെട്ടെന്ന് അങ്ങനെ എത്തിപ്പെടാൻ പറ്റുന്ന ഒരു മേഖലയല്ല, അതിന് നോംസ് ഉണ്ട്, റെഗുലേഷൻസ് ഉണ്ടെന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ ഇരിക്കെ എങ്ങനെയാണ് താങ്കൾ ഈ പറഞ്ഞാൽ ഇത്ര ഒരു പ്രസ്റ്റീജിയസ് ഷോയിൽ അവസരം കൊടുത്തത്? അതാ ഞാൻ പറയുന്നത്, ആ കുട്ടിക്ക് അതിനുള്ള ഫീച്ചേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു, ആ കുട്ടിയുടെ ഹൈറ്റ് 5'8" ഹൈറ്റ് ഉള്ള, കേരളത്തിൽ അന്ന് ആ സമയത്തൊക്കെ 5'8" ഒക്കെ ഹോൾഡ് ചെയ്യുന്ന വളരെ ചുരുക്കം കുട്ടികളാണ്. ആ കുട്ടിക്ക് മാത്രമല്ല അവസരം കൊടുത്തിരിക്കുന്നത്, ആൺകുട്ടികൾക്കും ഞാൻ ആ സമയത്ത് അവസരം കൊടുത്തിട്ടുണ്ട്. മേ ബി ഈ പറയുന്ന അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? അതായത് ഈ ഫാഷൻ പോലും, ഫാഷൻ ഈ പറഞ്ഞ മോഡൽ രംഗത്തും ഇങ്ങനെ സംഭവങ്ങൾ അഡ്ജസ്റ്റ്മെന്റ്, അല്ലെങ്കിൽ ഷോ ഡയറക്ടറിനോ കൊറിയോഗ്രാഫറൊക്കെ ഈ പറയുന്ന താങ്കൾ പോലുള്ള വലിയ ആൾക്കാർക്കും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഫ്ലേർട്ടിങ്ങിന് നിന്ന് തരാത്തോ കൊണ്ടാണോ അവര്? നല്ല ചോദ്യം. ഞാൻ അതിലെ കാര്യം പറയാം. ഈ ഫാഷൻ ഇൻഡസ്ട്രിയിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ വർക്ക് ചെയ്യുന്നതാണ്. ഏറ്റവും കൂടുതൽ ഒരു 100 പേരെടുത്ത 90% സ്ത്രീകളാണ്. ഫേമസ് ദീപിക പദുക്കോൺ അല്ലെ, അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ. ഒരു ഫാഷൻ ഷോയിൽ എടുക്കുമ്പോൾ, എന്റെ ഷോയിൽ എടുക്കുകയാണെങ്കിൽ ഒരു 4 പൂൾ ഗേൾസ് ആയിരിക്കും. ഒരു പൂൾ എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 14-15 ഗേൾസ് ഉണ്ടാവും. ഒരു പൂൾ ആയിരിക്കും ആൺകുട്ടികൾ ഉണ്ടാവുക. മോസ്റ്റ് ഓഫ് സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ വർക്ക് ചെയ്ത് പോകുന്നത്. അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു മോഡലിന്റെ ഒരു കംപ്ലൈന്റ് ഇങ്ങനെ വന്നതായിട്ട് നിങ്ങളെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടോ? അല്ല, നമ്മളിപ്പോ അല്ല, ഞാൻ പറഞ്ഞു വരാം. ഇതില് ഈ കുട്ടി ഹേമ കമ്മിറ്റി നമുക്ക് ഒന്ന് അവിടെ വെക്കാം. ഈ കുട്ടി 2021 ഞാൻ പറഞ്ഞു എല്ലാ ആളുകളുടെയും പീഡനം പറഞ്ഞിട്ടുണ്ട്. ഇതിൽ എന്റെ പീഡനം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, സ്നേഹദാരിദ്ര്യം വന്ന് എന്താ എന്നോട് സ്നേഹമില്ലാത്തതെന്ന് പറഞ്ഞു. എന്റെ അത് വിട്ടേക്കും. അതിലൊരു ബാങ്ക് എംപ്ലോയി ഉണ്ട്. ആ ബാങ്ക് എംപ്ലോയിന്റെ പീഡനം എന്താ? ഒരു ലോണ് എടുത്തു കഴിഞ്ഞു, അത് സർക്കാർ സ്ഥാപനം ആയിക്കോട്ടെ, പ്രൈവറ്റ് സ്ഥാപനം ആയിക്കോട്ടെ, എവിടുന്ന് ആയിക്കോട്ടെ, ഒരു ലോൺ തിരിച്ചടച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും എന്തായിരിക്കും അതിന്റെ റിക്കവറി സ്റ്റേജ് അതിന്റെ സ്റ്റാഫുകൾ നോക്കും. വീട്ടിൽ വരും, ചിലപ്പോൾ അടുത്ത വീട്ടിൽ പോകും. ഇതിലൊരു പയ്യൻ ലോൺ അടയ്ക്കാത്തതുകൊണ്ട് ഈ കുട്ടിയുടെ വീട്ടിൽ പോയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇത് ഞാൻ പറയുന്നല്ല, ഈ കുട്ടി എന്നെ ലൈവിൽ പറഞ്ഞ കാര്യങ്ങളാണ്. ആ പയ്യൻ അതിൽ പെട്ടിട്ടുണ്ട്. ഒരു SI ഇതിൽ പെട്ടിട്ടുണ്ട്. എന്താണ് SIനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? ഈ കുട്ടി ഒരു പരാതി കൊടുക്കാൻ പോയി, ആ പരാതി SI സ്വീകരിച്ചിട്ടില്ല, അതൊരു പീഡനാണ്. നടൻ ഷിജുവിന്റെ പേര് ഞാൻ പറയും. ഷിജുവിനെ കുറിച്ചിട്ടുള്ള എന്താണ്, ബിഗ് ബോസിൽ വന്ന ഷിജുവിനെ കുറിച്ച് ഈ കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്തോ ഷിജു നടന്നു പോകുന്നു, കുട്ടിയെ നോക്കുന്നു, നടന്നുപോയി. അതൊരു പീഡനാണ്. അതൊരു പീഡനമാണ്. അതേപോലെ തന്നെ ഇതില് മാക്സ്വെൽ ജോസ് എന്ന് പറഞ്ഞൊരു ഡയറക്ടർ ഉണ്ട്. ഈ ഡയറക്ടറിനെ കുറിച്ചുള്ള ഒരു പരാതി നിങ്ങൾ ആ ലൈവിൽ പറഞ്ഞിരിക്കുന്ന കാര്യമുണ്ട്. ചില കാര്യങ്ങൾ ഞാനിപ്പം ഇന്ന് കണ്ട് വെളിപ്പെടുത്തുകയാണ്. ഞാൻ നിങ്ങൾക്ക് അതിന്റെ കോപ്പി തരാം. മാക്സ്വെൽ ജോസിനെ കുറിച്ചുള്ള പരാതി എന്താ? ആ കുട്ടി ആ ലൈവിൽ പറഞ്ഞിരിക്കുന്നത്, ഇദ്ദേഹം ഷോർട്ട് ഫിലിമിൽ വന്നു, ആ ഷോർട്ട് ഫിലിം ഇങ്ങനെ യൂട്യൂബിൽ ഇടത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2, എനിക്ക് 15,000 രൂപ എനിക്ക് തരാനുണ്ടായിരുന്നു. അദ്ദേഹം എനിക്ക് ആ പേയ്മെന്റ് തന്നിട്ടില്ല. പിന്നെ അയാൾ സെക്ഷലി എന്തോ ചൊവ്വയോടുകൂടി സംസാരിച്ചു. മാക്സ്വെലിന്റെ ഷോർട്ട് ഫിലിമിന് ശേഷം ഈ കുട്ടി എഴുതി കൊടുത്തിരിക്കുന്ന എഗ്രിമെന്റ് ആണ്, ആ കുട്ടിയുടെ കൈകൊണ്ട് എഴുതിയിരിക്കുന്ന എഗ്രിമെന്റ് ആണ്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് മാക്സ്വെലിന്റെ ഷോർട്ട് ഫിലിമിൽ ഞാൻ അഭിനയിച്ചു, പൂർണ്ണ സമ്മതത്തോടെയാണ്. അതിൽ വേറെ പ്രശ്നങ്ങളോ ഇതുകൊണ്ട് വേറെ ഇഷ്യൂസുകളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഈ വർക്കിലേക്ക് അഭിനയിച്ചതിൽ എനിക്ക് 20,000 രൂപ കൈപ്പറ്റിയിരിക്കുന്നു. ഒപ്പ് എഗ്രിമെന്റ് ആണിത്. ഈ കാര്യം വന്നിട്ടാണ് ആ കുട്ടിയുടെ ആ 2015 എത്ര ബോൾഡായിട്ടാണ് ആ കുട്ടി ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ആ ഷോർട്ട് ഫിലിം നിങ്ങൾ കണ്ടു നോക്കിയാൽ കാണാൻ പറ്റും. അന്ന് അത്രയൊന്നും ഒരു മലയാളി കുട്ടി എത്ര ബോൾഡ് ഡിസിഷൻ എടുത്ത് അഭിനയിച്ച, കാരണം അത് വലിയൊരു സബ്ജക്റ്റ് ആണ്. സൗണ്ട്സ് ഗ്രീൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഷോർട്ട് ഫിലിമാണ് അന്ന് ചെയ്തിരിക്കുന്നത്. അതിന്റെ കോണ്ടന്റ് ഒന്നും നിങ്ങൾ നോക്കിയാൽ മതി. ഈ റിപ്പോർട്ട് 15-ാം തീയതി ഈ റിപ്പോർട്ട് പുറത്തു വിടുന്നതിന്റെ 6 മാസം മുമ്പ് അതിലുള്ള പരാതിക്കാരനായിട്ട് പേര് കാണിച്ച് ഫോട്ടോ ഇടാത്ത ഒരു വ്യക്തിയുടെ അടുത്ത് 1 ലക്ഷം രൂപ ചോദിച്ചിട്ടുണ്ട് ഈ കുട്ടി. തെളിവുകളുണ്ട്, ഇത് വെറുതെ പറയുന്നതല്ല. അപ്പൊ ഇതിൽ ആരും ഈ കുട്ടിയെ സെക്ഷലി അബ്യൂസ് ചെയ്തിട്ടില്ല.
ഇതേമാതിരി ചെറിയ ചെറിയ ഈ കുട്ടിയുടെ ആരോപണങ്ങൾ മാത്രമാണ്. പക്ഷെ ഇതിൽ നിങ്ങൾ പറയുന്നത് ഈ പീഡനം എന്ന് പറയുന്ന ഒരു വേർഡ് യൂസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ആഫ്റ്റർ എഫക്റ്റ്. ഇപ്പം ഞാൻ നിവിനെ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യും. കാരണം നിവിൻ്റെ ഒരു ഈ ഇഷ്യൂ വന്നതിന് ശേഷം നിവിൻ വന്ന് പ്രതികരിച്ച രീതി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കണേ. ഞാൻ പേടിച്ചു പോയി, ഞങ്ങൾക്കും കുടുംബമുണ്ട് അല്ലേ, നിവിൻ പറഞ്ഞ വേർഡ്സ് ആണ്. പിന്നെ ഈ കുട്ടിയുടെ ലൈവ് വന്നതിന് ശേഷമാണ് നമുക്കൊരു ജീവൻ വെച്ചത്. ഓ ഇതാണല്ലോ എന്നുള്ളത് നമുക്ക് ഒരു സമാധാനമായത്. ഈ കുട്ടി ഇന്ന് പരാതി കൊടുത്തിട്ടുണ്ട്. ഇന്നേ വരെ എൻ്റെ പേരിൽ ഈ കുട്ടി ഒരു പരാതി എവിടെയും കൊടുത്തിട്ടില്ല. ഈ കുട്ടിക്കെതിരെ ഞാൻ ചെയ്തത് എന്താണ്? എതിരെ എന്നല്ല, അന്ന് ഞാൻ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങളടുത്ത് പറയാം. 2015 ഈ കുട്ടിയുടെ വീഡിയോ ലൈവില്, ആ വീഡിയോ ലൈവ് നമുക്ക് എല്ലാ ടിപ്സും കിട്ടുന്ന ഈ കുട്ടിയുടെ അടുത്ത് തന്നെയാണ്. അല്ലാതെ ഞാൻ പോയി വേറെ ആരെങ്കിലും വിളിച്ചിട്ടൊന്നുമല്ല. ഈ ലൈവില് ഈ കുട്ടി വിടുന്ന സമയത്ത് 48-ാം മിനിറ്റിൽ കുറേ വ്ളോഗേഴ്സ് ആ കറക്റ്റ് ഇതൊക്കെ ഉണ്ട്. നിങ്ങൾ ആ ലൈവ് ഇത് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ ആ ക്ലിപ്സ് വെക്കണം. 48-ാം മിനിറ്റിൽ കുട്ടി പറയുന്നൊരു കാര്യമുണ്ട്. ഇങ്ങനെയാണ് പറയുന്നത്: ഏവനോ ഒരു നോട്ടീസും പൊക്കി പിടിച്ചു എൻ്റെ കമന്റ് ബോക്സിൽ കയറി കളിക്കുന്നുണ്ട്. ഓ ഞാൻ ആരെയോ പീഡിപ്പിച്ചത്രേ. ആഹാ, ഞാൻ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കണം. ഞാൻ ആരുടെയോ നഗ്ന വീഡിയോ ഒക്കെ പ്രദർശിപ്പിച്ചത്രേ. അങ്ങനെയാണെങ്കിൽ ഞാനൊരു അബ്യൂസർ അല്ലേ? ഞാൻ ശിക്ഷിക്കണം. നിങ്ങൾക്ക് പറ്റെങ്കിൽ നിങ്ങൾ പോയി കേസ് കൊടുക്കും. ഇത് ലൈവിൽ ഞാൻ ഇങ്ങനെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുക. ഇതെന്താ സംഭവം? നമ്മൾ ഈ പറയുന്ന കുട്ടി പറയുന്ന വേർഡ്സ് നമ്മൾ ശരിക്കും നമ്മൾ ക്യാപ്ചർ ചെയ്യല്ലോ. അപ്പം ഞാൻ നോക്കുന്ന സമയത്ത് കമന്റ് ബോക്സ് നോക്കുമ്പോൾ അങ്ങനത്തെ സാധനമില്ല. പക്ഷേ ഈ കമന്റ് ബോക്സിലും ഈ സാധനം അപ്പോൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ആരോ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ആ സമയത്ത് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തു. സ്ക്രീൻഷോട്ട് എടുത്ത് കഴിഞ്ഞപ്പോൾ കാണുന്നത് വെയ്ഫാങ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഈ കുട്ടിയെ പുറത്താക്കുന്നു. ഈ കുട്ടിയും വേറൊരു കുട്ടിയുണ്ട്, ആ കുട്ടിയുടെ പേര് ഇവിടെ പറയുന്നില്ല. പുറത്താക്കുന്നു. എന്തിനാ പുറത്താക്കുന്നത്? കൂടെ പഠിച്ച സഹപാഠിയുടെ നഗ്ന വീഡിയോ എടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 4-5ഓളം തവണ വാർണിംഗ് കൊടുത്തു. 5ഓളം തവണ റിപ്പീറ്റ് ചെയ്തു. പല അലിഗേഷൻ ഉണ്ട്. അതുകൊണ്ട് ലാസ്റ്റ് ഈ കുട്ടിയുടെ കൂടെ പഠിച്ച ആളുകൾ ഓൾമോസ്റ്റ് 30ഓളം കുട്ടികൾ, സ്ത്രീകളായിട്ടുള്ള കുട്ടികളുടെ ഈ കുട്ടിയുടെ അബ്യൂസിന്റെ ഭാഗമായിട്ട് അവിടെ പരാതി കൊടുത്തു. ആ പരാതിയിലും ഞാൻ ഈ പറഞ്ഞ പെൺകുട്ടിയുണ്ട്. ഞാൻ ആ പേര് കണ്ടു. എനിക്ക് ആ കുട്ടി ഇന്ന് ആരാന്ന് അറിയാം. കാരണം നമ്മൾ ഇത് കണക്ട് ആവുകയാണല്ലോ. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു ഈ സംഭവം നമ്മൾ അറിഞ്ഞു. അപ്പം നമുക്ക് ഇതിനെക്കുറിച്ച് അറിയണം, ഇത് കണ്ടുപിടിക്കണം എന്നുള്ളൊരു ഒരു ഇത് വരികയാണ്. അപ്പം ഞാൻ എൻ്റെ ഒരു സ്വയം അന്വേഷണം, കാരണം ഞാൻ അന്ന് സ്ത്രീ സമത്വത്തിന് വേണ്ടി സംസാരിക്കുന്നു, സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നു. WCCയിലെ ഒരു മെമ്പർ, ആലോചിക്കണം നിങ്ങൾ, WCCയിൽ അന്നത്തെ പ്രസ് മീറ്റ് ഒക്കെ നടക്കുമ്പോൾ ഈ കുട്ടി സംസാരിച്ചിട്ടുണ്ട്. അതിന് ഇങ്ങേ മൂന്നിൽ കുട്ടി ഇരിക്കുന്നുണ്ട്, അറിയാലോ നിങ്ങൾക്ക്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു കുട്ടിയുടെ പേര് അലിഗേഷൻ വരുമ്പോൾ ആൺകുട്ടി പെൺകുട്ടി എന്നില്ലല്ലോ, എല്ലാവർക്കും ഒരേ നിയമമല്ലേ അല്ലേ? ഇന്നിപ്പോ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇത് ഈ കുട്ടിക്ക് ഇതിന്റെ പേര് ഒരു അന്വേഷണമോ ഇത് ശരിയാണെന്ന് നോക്കാനോ ഇവിടെ ഒരു നിയമങ്ങളോ ഒന്നും വന്നിട്ടില്ല. ഞാൻ പറഞ്ഞു, ആ കുട്ടിയും പ്രതികരിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അതാണ് ഞാൻ അപ്പൊ ഒന്ന് ചോദിച്ചോട്ടെ, ഈ പറയുന്ന അലിഗേഷൻസ് എല്ലാം ഇവർ പറയുന്നു പറയും, ഇങ്ങനെ പറയുന്നു, തിരിച്ച് താങ്കൾ ലൈവിൽ വന്നിട്ട് പറയുന്നു അവര് ഇങ്ങനെയുള്ള ആളാണ്, അവർ അബ്യൂസർ ആണെന്ന് താങ്കളും പറയുന്നു തിരിച്ച്. അപ്പൊ FIR കൊടുക്കുമ്പോഴത്തേക്ക് അതിനെക്കുറിച്ച് മാധ്യമപ്രവർത്തകരോട് ഇപ്രാവശ്യം ഈ അടുത്തിടയ്ക്ക് അവർ പറഞ്ഞിരുന്നു, അത് ഞാൻ കൊടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതേ ഉള്ളൂ, വേറെ ഒന്നും കൊണ്ടല്ല. പല കാര്യങ്ങളും വാക്കാൽ പറയുന്നിരിക്കുന്ന കാര്യങ്ങളാണ്, അതായത് ഇതിനൊന്നും തെളിവില്ല. ഇപ്പം താങ്കൾ ഞാൻ അതാ അതിലേക്ക് വരാം. തെളിവില്ലെങ്കിൽ നമുക്ക് അത് തെളിവോട് കൂടി സംസാരിക്കാമല്ലോ. ഞാൻ എത്ര വലിയ കമന്റ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്? ചില്ലറ കമന്റ് ആണോ ഞാൻ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇല്ലേ, ഒരു ധൈര്യമില്ലാതെ, ഒരു കോൺഫിഡൻറ്റും ഇല്ലാതെ, ഒരു പൊട്ടത്തരത്തിൽ എവിടെന്നെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഓക്കെ, ഇത് നിങ്ങൾ അവർക്കെതിരെ നടത്തുന്ന ഒരു അലിഗേഷൻ അല്ല, അവർക്കെതിരെ തെളിവുകളുടെ അടിസ്ഥാനം ഞാൻ അത് പറഞ്ഞില്ല. ഇതിലേക്ക് വരുന്നത് ഞാൻ ഈ പറഞ്ഞ മാതിരി ഈ പോസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അന്ന് നമുക്കിത് ഇതിന്റെ സത്യം അറിയണം. അന്ന് കോവിഡ് നടക്കുകയാണ്, നമുക്ക് പോകാൻ വഴിയില്ല, അല്ലെ ഞാൻ ചൈനയിലേക്ക് തന്നെ പോവായിരുന്നു. ഈ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ പോവായിരുന്നു. അന്ന് പോകാൻ ട്രാവലിന്റെ ഇഷ്യൂസ് ഉണ്ട്, കൊറോണ ഒക്കെ വന്നിട്ട്. 2013 ബാച്ചിലാണ് ഈ കുട്ടി പഠിച്ചിരിക്കുന്നത് വെയ്ഫാങ് യൂണിവേഴ്സിറ്റി. അന്നത്തെ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ ഞാൻ പോയി നോക്കുന്നു, അന്നത്തെ അവിടുത്തെ പ്രോഗ്രാംസ് ഞാൻ പോയി നോക്കുന്നു. അന്ന് ആരൊക്കെയാണോ ലൈക്ക് അടിക്കുന്നത്, ആ ലൈക്ക് അടിച്ച 300ഓളം പേർക്കാണ് ഞാൻ
റിക്വസ്റ്റ് അയച്ചും നമ്മുടെ അന്നത്തെ സാഹചര്യം പറഞ്ഞിട്ടും ഇങ്ങനൊരു സംഭവമുണ്ട്, ഇതിൻ്റെ നിജസ്ഥിതി അറിയണം എന്ന് പറഞ്ഞിട്ട് ഒരു 10-12 ദിവസം ഇതിൻ്റെ പിറകെ നമ്മൾ നടന്ന് അടിസ്ഥാനത്തിലാണ് നമുക്ക് ഈ കുട്ടിയുടെ കൂടെ പഠിച്ച ആളുകളെ നമ്മൾ കണക്ട് ആവുകയാണ്. നമ്മളെ വിഷമങ്ങൾ നമ്മൾ പറയുന്നു, ഇതിന്റെ സാഹചര്യം നിങ്ങളെ നമുക്ക് സഹായിക്കാൻ പറ്റുന്നു. അങ്ങനെ ഈ കുട്ടിയുടെ കൂടെ പഠിച്ച ആളുകളിലേക്ക് നമ്മൾ എത്തുന്നു. അതൊരു റീസൺ. ഇപ്പൊ നിങ്ങൾ അങ്ങനെ അന്വേഷിച്ചു പോയി. പക്ഷേ താങ്കൾ എനിക്ക് നേരിട്ട് ചോദിക്കാനുള്ള താങ്കൾക്ക് അറിയാം, താങ്കൾക്ക് രേവതി സമ്പത്തിനെ അറിയാം, താങ്കൾ ഈ ആരോപണം വരുന്ന സമയത്ത് അവരെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നോ? ഇല്ല. എങ്ങനെ? എനിക്ക് ആ കുട്ടിയുടെ നമ്പർ ഇല്ല. കാരണം 2016 ശേഷം താങ്കളുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും താങ്കൾ അവരെ അന്വേഷിച്ചല്ലേ ആദ്യം പോകേണ്ടത്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഒന്ന് ഈ കുട്ടിയുടെ നമ്പർ ഇല്ല. എനിവേ താങ്കൾക്ക് അവരെ കിട്ടുമല്ലോ. ഇല്ല. നമ്മൾ എങ്ങനെ ഒരു സുപ്രഭാതത്തില് ഇതൊരു ഷോക്കാണ്, മനസ്സിലായില്ലേ? ഒരു ഷോക്കാണ് ഇത്. നിങ്ങൾക്ക് ഇതിന്റെ അന്ന് നമ്മൾ അനുഭവിച്ച മാനസിക പിരിമുറുക്കം നിങ്ങൾക്ക് പറയാം. നമ്മളിത് എങ്ങനെയാണ്? അപ്പൊ നമ്മൾ ആദ്യത്തെ ഒപ്പീനിയൻ എന്തായിരിക്കും? ലീഗൽ ഒപ്പീനിയൻ എടുക്കും. അപ്പം ഒപ്പീനിയൻ എടുക്കുമ്പോഴും താങ്കൾ വക്കീലിനോട് പറയുക ഉറപ്പായിട്ടും എന്റെ ഭാഗത്ത് തെറ്റില്ല, ഞാൻ ചെയ്തിട്ടില്ലോ. സോ ഐ ഹാവ് ടു, എനിക്ക് തെളിയിക്കണം. അപ്പൊ അതിനോട് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ വക്കീൽ എന്തായാലും പറഞ്ഞു തരും. ഒന്നെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന തെറ്റില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം താങ്കൾക്ക് ഈ പറയുന്ന അപ്പുറത്ത് നിൽക്കുന്ന ആളുമായിട്ട് കണക്ഷൻ ചെയ്യേണ്ടി വരും. അവരവിടെ നിന്ന് താങ്കളെ പൂർണ്ണമായിട്ടും പെടുത്താനാണെന്ന് തോന്നിയാൽ മാത്രമാണല്ലോ താങ്കൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ ഇറങ്ങുക. അങ്ങനെ എന്തെങ്കിലും ഒരു ഇതിൽ ഞാൻ മനസ്സിലാക്കിയത്, ആ കുട്ടി എന്റെ പേരിൽ കേസൊന്നും കൊടുത്തിട്ടില്ല. ഞാൻ അത് ചെയ്തിട്ടില്ല. 2, എനിക്കിത് ഒരു കോടതിയിൽ പോയിട്ട് തെളിയിക്കുന്നതിനെക്കാട്ടുപരി എൻ്റെ സെൽഫ് റെസ്പെക്റ്റ് നഷ്ടപ്പെട്ടതാണ്. എനിക്ക് ഒരു ചുവരിനുള്ളിൽ കുറച്ച് ആളുകൾ അറിയണം എന്നല്ലായിരുന്നു എനിക്കുണ്ടായിരുന്നത്. എനിക്കിത് വിളിച്ച് ആ കുട്ടി എങ്ങനെയാണോ പ്രതികരിച്ചത് അതേ രീതിയിൽ തന്നെ എനിക്ക് പ്രതികരിക്കണം എന്നേ എനിക്കുണ്ടായിരുന്നുള്ളൂ. എനിക്ക് അങ്ങനെ പ്രതികരിക്കണം, അല്ലാതെ ഞാൻ തെറ്റ് ചെയ്തില്ല അതുകൊണ്ട് എനിക്ക് അതിന്റെ ഇത് വേണ്ട. ആ കുട്ടി പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്കും ലീഗലി പോകേണ്ടത്. ആ കുട്ടി പ്രതികരിച്ച രീതിയിൽ തന്നെയാണ്. അന്ന് ഏതൊക്കെ മാധ്യമങ്ങൾ ഏതൊക്കെ ഓൺലൈൻ ചാനലുകൾ ഇട്ടിട്ടുണ്ടോ ആ ചാനലുകൾക്കും എല്ലാം ഞാൻ ഇതിന്റെ ഒഫീഷ്യൽ ഇത് കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ ഞാൻ പറയും ചെയ്തിട്ടുണ്ട്, ഇതിന്റെ റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് എന്റെ വീഡിയോ പോലും തുടങ്ങുന്നത്. അതിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് വേക്ക്ഫാം യൂണിവേഴ്സിറ്റിന്റെ സർട്ടിഫിക്കറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അവിടുത്തെ ഓഫീസിൽ നിന്ന് ഞങ്ങൾ എടുത്തിരിക്കുകയാണ്. ഇതിലെതിരെ ഈ കുട്ടി സൈൻ ചെയ്ത ഡോക്യുമെന്റ്സ് ആണ് എൻ്റെ അടുത്തുള്ളത്. ഇതില് 5 പരാതികളോ ഉണ്ട്. 5 പരാതികളും ഇതിലുണ്ട്. അതിലുപരി ഞാൻ നേരത്തെ പറഞ്ഞ 30 കുട്ടികൾ കൊടുത്തിരിക്കുന്ന പരാതി ഇതാ. ഈ കുട്ടി ഇതിനെതിരെ, അബിൽദേവിനെതിരെ ഈ കുട്ടി പരാതി കൊടുത്തില്ല. ഈ കുട്ടി ആകെ ചെയ്തിരിക്കുന്നത് നോർക്കയില് കോളേജിനെതിരെ, ഈ യൂണിവേഴ്സിറ്റിക്കെതിരെ ഈ ഫോൾസ് അലിഗേഷൻ എന്നുള്ള രീതിയിൽ നോർക്കയിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് മാത്രം ഇട്ടു. ഈ വീഡിയോയിൽ തന്നെ ആ കുട്ടി പറയുന്നുണ്ട് അവസാനം 14 പേരല്ല, അടുത്ത ലിസ്റ്റ് ഞാൻ പുറത്തേക്ക് വിടും. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ എന്താണ് എനിക്കറിയാം. ഇനി ഒരാൾക്കും ഇത് അനുഭവം ഉണ്ടാവരുത്, ഒരു ഫോൾസ് അല്ല. അതുകൊണ്ട് തന്നെയാണ് ശക്തമായ രീതിയിൽ തന്നെ അന്ന് പ്രതികരിച്ചത്. അല്ലാതെ ഈ 13 പേരും അന്ന് മിണ്ടാതിരുന്നിട്ടുള്ളൂ, ആരും അതിൽ പ്രതികരിച്ചിട്ടില്ല. നിങ്ങൾ എടുത്തു നോക്കിയാൽ അന്ന് ആ കുട്ടിയിടുന്ന ഓരോ പോസ്റ്റുകളും നിങ്ങളെപ്പോലെയുള്ള, നിങ്ങൾ ഉൾപ്പെടെ എന്ന് പറയാം ഞാൻ, ഓൺലൈൻ ചാനലുകൾ എങ്ങനെയാ അത് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കോണ്ടന്റ് കിട്ടുക, അടുത്ത് ഈ കുട്ടി ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങൾ തമ്പൊക്കെ കൊടുത്ത് നിങ്ങൾ അതിനെ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ ഒരു എക്സാമ്പിൾ, വിദേശ രാജ്യങ്ങളിൽ പോകുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ട്രാവൽ ഹിസ്റ്ററിനെ പോലും ഇത് ബാധിക്കും. ട്രാവലിംഗിൽ അതിൽ ബുദ്ധിമുട്ട് നേരിടും. ഒരു കേസ് രജിസ്റ്റർ ആയാൽ നമുക്ക് ഔട്ട് സൈഡിൽ പോകാൻ പറ്റാത്ത പ്രശ്നങ്ങൾ വരും. ഇപ്പൊ യൂറോപ്യൻ കൺട്രീസ് ഒക്കെ പോകുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെയൊക്കെ ബ്ലോക്ക്, എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുമെന്ന്. പബ്ലിക്കിനെ ഫേസ് ചെയ്യുന്ന, കാരണം വർക്ക് എല്ലാരും അതില് മേജർ ആയിട്ടുള്ള ഞാൻ പറഞ്ഞല്ലോ, എന്നെ സംബന്ധിച്ച് നോക്കുമ്പോ ഇങ്ങനെ വളവളാ പറഞ്ഞിട്ട് എനിക്ക് എന്റെ സെൽഫ് റെസ്പെക്റ്റില് എനിക്ക് സാറ്റിസ്ഫാക്ഷൻ, എന്റെ സാറ്റിസ്ഫാക്ഷൻ എന്താ, ഈ കുട്ടി എന്താണോ ചെയ്തത് അതേ രീതിയിൽ തന്നെ തിരിച്ചടിക്കുക എന്നുള്ള, നാണം കെടുക എന്നല്ല. ഈ സ്ത്രീ സമത്വത്തിന് നമ്മൾ ഒരു കുറ്റം ചെയ്യാത്ത ഒരാളാണെങ്കിൽ, ഇപ്പൊ എന്നെ കുറിച്ച് നിങ്ങൾ നാളെ പറഞ്ഞു, എനിക്ക് നിങ്ങളെ കുറിച്ച് ഒന്നും അറിയില്ലെങ്കിൽ ഞാൻ നിങ്ങളെ കുറിച്ച് ഒന്നും പറയാൻ പോകുന്നില്ല. എനിക്ക് നിങ്ങളെ കുറിച്ച് അറിയുന്നില്ല അല്ലെ?
ഞാൻ അറിഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇതിൽ വാസ്തവം ഉണ്ടെന്ന് കണ്ടുകൊണ്ട് മാത്രമാണ് ഞാൻ അന്ന് പ്രതികരിച്ചത്. പക്ഷെ ഇത്രയും 14 പേരെയും ഇവരിങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു അലിഗേഷനിൽ പെടുത്തുമ്പോൾ അവര് ശരിക്കും പറഞ്ഞാൽ അവർ നോർമൽ ആണല്ലോ, അവർക്ക് ഒന്നുമില്ലാതെ ഈ പറഞ്ഞ തീയില്ലാതെ പുകയുണ്ടാവില്ല എന്ന് പറയുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ താങ്കൾ സംസാരിക്കുന്നത്. ഒന്നും സംഭവിച്ചിട്ടില്ല, പക്ഷെ വെറുതെ അവർ അലിഗേഷൻസ് ഉണ്ടാക്കുകയാണ്. ഞാൻ പറയുന്നത് എത്ര പേരെടുത്ത് അവർ പറഞ്ഞിട്ടുണ്ട്. ഇത് 14 പേരിൽ ഇങ്ങനത്തെ ഒരു അബ്യൂസിങ് പറയുന്നത്. ലാലേട്ടനെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ, മമതേനെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ, വേടനെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ, എത്ര പൊളിറ്റീഷ്യനെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ, കറണ്ട് അഫയേഴ്സിനെ കുറിച്ച് നടക്കുന്ന ഇതിനെ പറഞ്ഞിട്ടില്ലേ, എത്ര ആളുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആരത് കണക്കിലെടുത്തിരിക്കുന്നത്? ആ കുട്ടി പറയുന്നു, ആർക്കും ഒരു നിങ്ങൾ എടുത്തു നോക്ക്. എടോ മോഹൻലാലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടി പറയുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട്. പക്ഷേ എന്നെ കുറിച്ചും അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. എൻ്റെ ഒരു ഫാഷൻ ഇൻഡസ്ട്രി ഈ ലൈവ് ഇടുന്നതിൻ്റെ 1 വർഷം മുമ്പ് നിങ്ങൾ ഫേസ്ബുക്കിൽ എടുത്തു നോക്കിയാൽ മതി, അവിടെ ഇപ്പോഴും അത് കിടക്കുന്നുണ്ട്. എൻ്റെ ഒരു ഫാഷൻ ഇൻഡസ്ട്രീനെ കുറിച്ച് ഈ കുട്ടി ലൈവ് ഇട്ടിട്ടുണ്ട്. അതിൽ മിസ് കേരള മോശമാണ്, മിസ് ഇന്ത്യയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ, മിസ് യൂണിവേഴ്സ്, മിസ് വേൾഡിൽ, ഇതെല്ലാം ആ കുട്ടിയുടെ ഒരു വ്യൂ പോയിന്റ് ആ കുട്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാനൊന്നും ചോദിക്കട്ടെ, ഇപ്പൊ നിവിന്റെ കാര്യം താങ്കൾ എടുത്ത് പറഞ്ഞല്ലോ, വേറൊരു പ്രമുഖ നിവിനെ പോലെ തന്നെ ഒരു യുവ നടൻ, പേര് ഞാൻ പരാമർശിക്കുന്നില്ല, അദ്ദേഹത്തെ കുറിച്ച് അലിഗേഷൻ വന്നു. അദ്ദേഹം വേറൊരു ജൂനിയർ ആർട്ടിസ്റ്റിനെ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു, വളരെ മോശമായിട്ടുള്ള അലിഗേഷൻ. അതിനെക്കുറിച്ച് അദ്ദേഹം ഒന്നും സംസാരിച്ചിട്ടില്ല. അപ്പൊ അതിനർത്ഥം അദ്ദേഹം കുറ്റക്കാരൻ തന്നെയാണ്. അവര് ചിലപ്പം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിയമപരമായിട്ട് ഇവിടെ ഒരു നിയമവ്യവസ്ഥിതി ഉണ്ടല്ലോ, അതിലൂടെ പ്രതികരിക്കാമെന്നായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവുക. ഹേമ കമ്മിറ്റി 100% സ്ത്രീകൾക്കെതിരായിട്ടുള്ള ചൂഷണം നിർത്തപ്പെടേണ്ടതാണ്. പക്ഷേ ഇവിടെ ഒരു പറയുന്നത് ഫാൾസ് അലിഗേഷൻസ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഇത് ടൂളാക്കുന്നുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. തീർച്ചയായിട്ടും അത് താങ്കൾ പറയുന്ന ന്യായം തന്നെ. ഞാൻ അതാ പറയുന്നത്. ഇത് എനിക്ക് ഏറ്റവും ഒരു കാര്യം കൂടി പറയാം. ഒരു ചാനൽ ഈ കുട്ടി പ്രതികരിക്കുന്ന സമയത്ത് ആ ചാനലിലെ അവതാരിക, മാധ്യമ പ്രവർത്തക ഈ കുട്ടിയുടെ കൂടെ കരഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കണ്ടിരുന്നോ? ഉണ്ടോ? എന്ത് കാര്യത്തിന്? സത്യമാണെന്ന് തെളിഞ്ഞോ? എന്തെങ്കിലും അത് സത്യമാണെന്ന് അറിഞ്ഞോ? ആ അവതാരിക കൂടെ കരഞ്ഞിട്ടുണ്ട്. എന്റെ അലിഗേഷനിലെ രാഹുൽ ഈശ്വർ ഉൾപ്പെടെയുള്ള മാതൃഭൂമിയുടെ ന്യൂസിൽ വരുന്ന സമയത്ത് അതിന്റെ അവതാരിക ആ കുട്ടിക്ക് സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കുട്ടി പറഞ്ഞിരിക്കുന്നതാണ്, ഇത് 3 വർഷം മുമ്പ് എന്നെ അടിച്ചമർത്തി. പക്ഷെ അവരോട് നേരിട്ട് സംസാരിച്ചപ്പോൾ അവർക്ക് എന്തെങ്കിലും അവരുടെ ഭാഗത്ത് ന്യായം, ഒരു സ്ത്രീ എന്ന നില അവർക്ക് തോന്നിയിട്ടുണ്ട്, അതുകൊണ്ടാവാൻ കരഞ്ഞത്. മാധ്യമ പ്രവർത്തക കരഞ്ഞത് അറിയില്ല. അതിന്റെ സത്യം ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. അങ്ങനെ പറയാൻ പറ്റും സുഹൃത്തെ? ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇതൊരു കേസാണെങ്കിൽ ഇത് തെളിയണം. അല്ലാതെ ഒരു ആരോപണത്തിന്റെ പേരിൽ ആരും ഒന്നും ഇതൊക്കെ ഒരു ആരോപണമാണ്. ഇത് തെളിയണ്ടേ? നാളെ ഞാൻ അതൊരു എക്സാമ്പിൾ പറഞ്ഞു തരികയാണ്. നിങ്ങൾ നാളെ ഇവിടെ നിന്ന് പുറത്തിറങ്ങി ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഡേ എൻ്റെ പേരിൽ FIR വീഴും. പ്രാഥമിക റിപ്പോർട്ട് എന്താ? നിങ്ങൾ വന്നു, നിങ്ങൾ ഈ റൂമിൽ വന്നു, നിങ്ങൾ ഇവിടെ ഇരുന്നുണ്ട്, നമ്മൾ എടുത്തിരുന്നിട്ടുണ്ട്, നമ്മൾ ഒരേ ലൊക്കേഷനിൽ വന്നിട്ടുണ്ട്. പ്രാഥമിക ഓക്കെ, നിങ്ങളുടെ പരാതി അവിടെ വന്നു, കേസ് വന്നു, ഞാൻ പെട്ടോ? എൻ്റെ ചോദ്യം അതാണ്. അപ്പോൾ ഫാൾസ് അലിഗേഷൻസ് വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ അവിടെ പറഞ്ഞൊരു പോയിന്റ് ഞാൻ നേരത്തെ അവിടെ പറഞ്ഞു. അതായത് പ്രമുഖ നടിമാർ അല്ലെങ്കിൽ പ്രമുഖ മേഖലകൾ ടോപ്പിൽ നിൽക്കുന്ന നടിമാരൊന്നും ഈ ഹേമ കമ്മിറ്റിയിലും താങ്കൾക്ക് പീഡനം ഉണ്ടായിട്ടുണ്ടോ എന്നിപ്പോഴും പറയാൻ തയ്യാറായിട്ടില്ല. ബിക്കോസ് ദേ ഫിയർ, അവർ പേടിക്കുന്നു അവരുടെ കരിയർ നഷ്ടപ്പെടുമോ എന്നുള്ളത്. ഇന്നും ദേ സ്റ്റിൽ. എന്തായാലും നമ്മളെ ഈ ഫാഷൻ ഉള്ള പിള്ളേരൊന്നും അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കേട്ടോ. വളരെ ബോൾഡാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തിട്ട് അടിക്കാൻ കപ്പാസിറ്റി ഉള്ള പിള്ളേരാണ്. അവരാരും പേടിക്കാൻ പോകുന്നില്ല. 100% ആ കാര്യത്തിൽ ഇവിടെയുള്ള വളരെ സ്ട്രോങ് ബോൾഡായിട്ടുള്ള പിള്ളേർ തന്നെയാണ് ഇവിടെ. പക്ഷേ താങ്കൾ ഇത് പറയുമ്പോഴായിരിക്കും ജനം ഇത് ഇങ്ങനെ ചിന്തിക്കുന്നടാ, ഞങ്ങൾക്ക് ഒപ്പം മോഡലിംഗിലേക്ക് വരാം. ബിക്കോസ് ഇതിന് മുമ്പ് വരെ എന്നെ പോലെ പോലും ആൾക്കാർ പറഞ്ഞ ഏറ്റവും സേഫ് ആണ് ഫാഷൻ ഇൻഡസ്ട്രി. കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ വർക്ക് ചെയ്യുന്നത് സ്ത്രീകളായിട്ടുള്ള ആളുകൾ വർക്ക് ചെയ്യുന്ന മേഖലകളാണ്. തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ അവരിങ്ങനെ ആരോപണം ഉന്നയിച്ചല്ലോ താങ്കളെ കുറിച്ച്. പക്ഷേ താങ്കൾ പറയുന്ന ഒരു ഹിസ്റ്ററി വെച്ചിട്ട് അവരുമായിട്ട് നല്ലൊരു കോണ്ടാക്ട് ഉണ്ടായിരുന്നു എന്നും അവർക്ക് നല്ലൊരു ചാൻസ് കൊടുത്തു അവര് നല്ല രീതിയിൽ. ഞാൻ പറയാം, ഈ പ്രശ്നം വരെ ായിട്ട് എനിക്ക് യാതൊരുവിധ പ്രശ്നങ്ങൾ ആ കുട്ടിക്ക് ഉണ്ടെന്നും എനിക്ക് തോന്നിയിട്ടില്ല. കപിൽദേവിന് അങ്ങോട്ട് ഉണ്ടായിട്ടില്ല. എൻ്റെ മനസ്സിൽ ഞാൻ നല്ലൊരു കാര്യം ചെയ്തു, ആ കുട്ടിയായിട്ട് നല്ലൊരു ഹെൽത്തി റിലേഷൻ ഉണ്ട് തന്നെയുള്ളൂ. ഇത് വരുന്ന സമയത്താണ് ഹെൽത്തി റിലേഷൻഷിപ്പ്. ഒരിക്കലും ഇങ്ങനെ ഒരു ആരോപണം ഒരിക്കലും അവർക്ക് സ്വപ്നങ്ങളിൽ പോലും ചിന്തിക്കാൻ പറ്റില്ല ഒരാളെ കുറിച്ച്. ഞാനും താങ്കൾ നല്ല സുഹൃത്തുക്കളാണെങ്കിൽ ഒരിക്കലും താങ്കൾ മൂലം എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും ഈ ഒരു ആരോപണം എൻ്റെ ഒരു മാനത്തെയും കൂടെ ബാധിക്കുന്നതാണെന്നൊരു സ്വാഭാവികം ഒരു ചിന്ത ആ പെൺകുട്ടിക്ക് ഉണ്ടാവുമല്ലോ. ഉറപ്പായിട്ട് ഇങ്ങനൊരു ആരോപണം
ഉന്നയിക്കാൻ ധൈര്യപ്പെടില്ല. അതെ, അല്ല ഞാൻ അതിൽ എവിടെയും ഞാൻ ഈ പറഞ്ഞ മാതിരിത്തെ കാര്യങ്ങളല്ലല്ലോ. നമ്മൾ പീഡനം എന്ന് പറയുന്നത് എന്ത് പീഡനം എന്ന് ഞാൻ നിങ്ങൾക്ക് ചോദിക്കാൻ കാരണം അതാണ്. എന്തുകൊണ്ട് ഒരു ബാങ്ക് എംപ്ലോയിന്റെ കാര്യം ഞാൻ പറഞ്ഞു, അതിന് നിങ്ങൾ എന്താ ന്യായീകരണം നിങ്ങൾക്ക് പറയാനുള്ളത്? അതൊരു പീഡനം എന്ന് പറയുമ്പോൾ എനിക്കൊരു വെർഷൻ ഉണ്ട്. എൻ്റെ വെർഷനത്തിൽ ഒരാൾ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അത് അടച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ റിക്കവറി സ്റ്റേജിൽ വർക്ക് ചെയ്യുന്ന ഒരാളോ അതിൻ്റെ ബാങ്ക് എംപ്ലോയി ആണെങ്കിലോ ഒരു സാധാരണ ബാങ്കിൽ നിന്ന് നിങ്ങൾ ലോൺ എടുത്തു, അതിൻ്റെ പ്രൊസീജിയർ എന്താണെന്ന് നിങ്ങൾ അറിയും. കാരണം എൻ്റെ ഫാദർ ഒരു ബാങ്ക് ജീവനക്കാരനായിരുന്നു, റിട്ടയർ ആയ വ്യക്തി. അപ്പോൾ എനിക്കറിയാം ഒരു ലോൺ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അടച്ചിട്ടില്ലെങ്കിൽ അവർ വീട്ടിൽ വരും. അതിൻ്റെ ആൾക്കാർ വീട്ടിൽ വന്നില്ല അടുത്ത വീട്ടിൽ പോകും. എന്നിട്ടും സ്റ്റേജ് മുടങ്ങിക്കഴിഞ്ഞ വീട്ടിൽ നോട്ടീസ് ഒട്ടിക്കും, മതിൽ കൊണ്ട് ഒട്ടിക്കും, ഇത് പത്രത്തിൽ വരും. ഇതിനൊരു സ്റ്റേജ് ഉണ്ട്. ഇത് പീഡനം എന്ന് എങ്ങനെയാ പറയുന്നത്? പീഡനമാണോ? അറിയില്ല, എനിക്കറിയില്ല. ഞാൻ SIന്റെ കാര്യം പറഞ്ഞു, നടൻ ഷിജുവിന്റെ കാര്യം ഞാൻ പറഞ്ഞു. അതേപോലത്തെ ഒരാൾ തന്നെയാണ് ഞാൻ. ഈ കുട്ടി എവിടെയും അബിൽദേവ് എന്ത് പറഞ്ഞിട്ടില്ല, സെക്ഷലി പീഡിപ്പിച്ചു എവിടെയും പറഞ്ഞിട്ടില്ല. എനിക്ക് ആകെ പ്രൂവ് ചെയ്യേണ്ട കാര്യം അതേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി ആരോപണം മാത്രമേ ഉള്ളൂ. അത് ആ കുട്ടി എന്നെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ ഇന്നിപ്പോ ഞാൻ ഈ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം, ഇനി നാളെ ഈ കുട്ടി എന്ത് പറയുന്നത് എനിക്ക് പേടിയുണ്ട് തീർച്ചയായിട്ടും. കാരണം പറയാത്ത കാര്യങ്ങൾ തീർച്ചയായിട്ടും. ഞാൻ അതല്ല നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞു തന്നേ. ഞാൻ പറഞ്ഞു നിവിന്റെ പേരിലേക്ക് FIR ഇട്ടോ? FIR ഇട്ടോ? ആരോപണം വന്നിരിക്കുന്ന ആളുകൾക്ക് പേരിൽ FIR ഇട്ടിട്ടുണ്ടോ? നാളെ ഈ പറഞ്ഞ എന്റെ പേരിൽ FIR ഇടത്തില്ലേ? എന്റെ പേരിൽ ഒന്നും ചെയ്യാതെ ഒരു ഇതിലും ഇല്ലാതെ. പക്ഷെ അതാണ് പറയുന്നത്. ഇപ്പൊ വേറെ പല പ്രമുഖരും പ്രതികരിക്കുന്നുണ്ട്. കാരണം ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഇവർക്കെതിരെയൊന്നും ആരും ഒരു നടപടി എടുക്കാൻ പോകുന്നില്ല. ആര് നടപടി എടുത്തില്ല? എത്ര പേര് കേസ് രജിസ്റ്റർ? ഗവൺമെന്റ് മുഴുവൻ സപ്പോർട്ട് നിൽക്കല്ലേ? ഗവൺമെന്റിന് സപ്പോർട്ട്, ഗവൺമെന്റ് സ്ത്രീകൾക്ക് സപ്പോർട്ടല്ലേ, നല്ലതല്ലേ? അതങ്ങനെ ഉണ്ടാവും. ഫാൾസ് അലിഗേഷൻസ് മാത്രമേ ഞാൻ സംസാരിക്കുന്നുള്ളൂ. എനിക്ക് അതേ പറയാനുള്ളൂ. ഈ കുട്ടി എന്തുകൊണ്ട് എൻ്റെ കൂടുതൽ പരാതി കൊടുത്തില്ല? ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ട് എന്തുകൊണ്ട് അബിൽദേവിന്റെ കൂടുതൽ ആ കുട്ടി പറയും? അതാ നിങ്ങളെ മാതൃഭൂമി ചാനലിന്റെ നിങ്ങൾ പോകുന്നതിന് മുമ്പ് അവരും തിരിച്ചു ചോദിക്കുകയാണല്ലോ, എന്തുകൊണ്ട് താങ്കൾ എനിക്കെതിരെ പരാതി കൊടുത്തില്ല? ഞാൻ നിങ്ങളടുത്ത് അതിന് ആൻസർ പറഞ്ഞില്ലേ. എന്റെ നീഡ് എന്താ? എനിക്ക് നമുക്ക് ഒരു മാനസിക സംതൃപ്തി കിട്ടും. പക്ഷെ അവർ ഉദ്ദേശിക്കുന്ന ഇനി അതാണെങ്കിലോ അവർക്കും അതാണ്. അവരുടെ കരിയർ നശിപ്പിച്ചെന്നോ എന്നൊക്കെയാണ് അവർ, അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവർക്ക് പിന്നീട് ഒരിക്കലും ചാൻസ് കിട്ടിയില്ലല്ലോ. ഒരു ഷോ ആണ് അബിൽദേവ് ആ കാലഘട്ടത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ വർഷം തന്നെ 2 ഷോ കൂടെ അവർ പങ്കെടുത്തു താങ്കൾ പറഞ്ഞല്ലോ. ഞാൻ പറയട്ടെ, 2016 എൻ്റെ 3 ഷോകൾ ഉണ്ടായി. അതിൽ ഒന്നൊരു പ്രസ് മീറ്റ് ആണ്. അതിലൊരു ചെറിയ ഷോ വെച്ചു. നോർമലി തുടക്കത്തിൽ അന്ന് എനിക്ക് തോന്നുന്നു 2016 2 ഷോ നടന്നു. 17 ഷോ നടന്നിട്ടില്ല, പിന്നെ 18 നടന്നിട്ടുള്ളത്. അപ്പൊ ആ 2 ഷോയിലും ഈ കുട്ടി ഭാഗമായിട്ടുണ്ട്. ഈ പ്രസ് മീറ്റിലും ഭാഗമായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്തോരം ഷോകൾ. അബിൽദേവ് മാത്രമാണോ അവിടെ ഫാഷൻ ഷോ ചെയ്യുന്നത്? ആ കുട്ടിയുടെ കരിയർ നശിപ്പിക്കാൻ വർഷത്തിൽ 1 or 2 ഷോ ചെയ്യുന്ന അബിൽദേവിന് എങ്ങനെയാണ് സാധിക്കുക? ഓക്കെ, എന്തായാലും ഇത്രയും നേരം ഞങ്ങളുടെ ചാനലിനോടൊപ്പം സന്തോഷം സമയം ചെലവിട്ടതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു വെരി മച്ച്. യെസ്, താങ്ക് യു.